കോടി രൂപ ഒന്നാം സമ്മാനമുള്ള തിരുവോണ ബമ്പറിൻ്റെ നറുക്കെടുപ്പ് ഇനി ഏതാനും മണിക്കൂറുകൾക്കകം നടക്കും. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് വാളയാറാണ്. കഴിഞ്ഞ തവണ ഈ തിരുവോണ ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം ലഭിച്ചത് ഞാനിപ്പോൾ ഉള്ള വാളയാറിലെ ഈ കടയിൽ നിന്ന് വിറ്റുപോയ ടിക്കറ്റിനായിരുന്നു. ഗുരുസ്വാമി എന്ന് പറയുന്ന ഏജന്റ് നടത്തുന്ന കടയാണിത്. ഗുരുസ്വാമി ഇപ്പോൾ ഈ കടയിലില്ല. അദ്ദേഹത്തിൻ്റെ ജീവനക്കാരെല്ലാവരും ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. അന്ന് കോയമ്പത്തൂർ അന്നൂർ സ്വദേശിയായ ഒരു ആൾക്കായിരുന്നു അന്ന് 25 കോടി രൂപയുടെ ഒന്നാം സമ്മാനം അടിച്ചത്. ആ പ്രതീക്ഷയിൽ തന്നെ ഇപ്പോൾ വാളയാർ നമുക്ക് വന്നാൽ തന്നെ കാണാം നിരവധി ഇവിടെ ലോട്ടറി കടകളുണ്ട്. ആ ലോട്ടറി കടകളുടെ മുമ്പിലെല്ലാം വലിയൊരു തിരക്കാണ്. ഇപ്പോൾ ഈ നറുക്കെടുപ്പിൻ്റെ ദിവസം ആയതിൻ്റെ തലേ ദിവസം തന്നെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇവിടെ ഗുരുസ്വാമിയാണ് എൻ്റെ കടയിലെ ജീവനക്കാരുണ്ട്. எப்படி இருக்கு வியாபாரம்? வியாபாரமே நல்லா தான் இருக்குது. டிக்கெட் விட்டு வருது எவ்வளோ ஒரு 1000-2000 டிக்கெட்டுக்குள்ளே விற்றுருக்கு. அவ்வளோதான். பிரதீஷையில் இருக்குது. வெளியே நிறைய ஆட்கள் தமிழ்நாட்டு ஆட்கள் மற்ற கேரளா ஆட்கள்லாம் நிறைய வந்துருக்கு. இருந்தல்ல ஆளுகள் வருது. இது தமிழ்நாட்டிலேருந்து நிறைய வரும். எங்கே இருந்தாலும் கோயம்புத்தூர், மெட்ராஸு, சேலம், மெட்ராஸு எல்லா இடத்துலேருந்து வர ஆட்கள் வரும் வந்து எடுத்துக்கிட்டு லாட்ரி வாங்குறதுக்காக வர்றேன். லாட்ரி வாங்குறதுக்காக வரும். 25 கோடி சம்மானம் கிட்டணுங்கிறதுக்கு வரும். உங்களுக்கு தானே ஃபர்ஸ்ட் ப்ரைஸ் 25 கோடி எங்கள் பாபா ஏஜென்சிக்கு தான் அடித்தது. வாளையார் அந்த பிரதீஷையில் இருக்குது. ஆமாம். ஃபர்ஸ்ட் ப்ரைஸ் வருமா? வரும், கண்டிப்பாக வரும். வரும் ஆள்கார் எல்லாருமே அதிர்ஷ்டம் உங்களுக்கு കിട്ടും. உங்கள் കടയിൽ தான் കിട്ടും வந்து എല്ലാം എടുത്തിട്ടുണ്ട്. ഗുരുസ്വാമിയാണ് എൻ്റെ കടയിലെ ജീവനക്കാർ പറയുന്നത്. ഇത്തവണയും വലിയ പ്രതീക്ഷയിലാണ്. ഇത്തവണയും ആ ഒന്നാം സമ്മാനമായി 25 കോടി അവരുടെ കടയിലേക്ക് തന്നെ വരും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിൻ്റെ കടയിലെ ജീവനക്കാർ പറയുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ചില ആളുകൾ എത്തി ഇവിടെ ഭാഗ്യം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എങ്ങനെ கோயம்புத்தூர். ஆமாம். டிக்கெட் வாங்குறதுக்காக வந்து இல்லை, நான் ஹாஸ்பிட்டலுக்கு வந்தேன். வந்துட்டு அப்படியே சரி டிக்கெட்டு பம்பர் லாட்ரி இருக்குன்னு சொல்லி இன்றைக்கி வாங்கிட்டு போகலான்ட்டு வந்தேன். വിൻ பண்ணுவோம். வின் பண்ணால் அது பகவானுடைய செயல். കോയമ്പത്തൂരിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. വാളയാറിൽ വന്നു പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കൊച്ചി സേലം ദേശീയപാതയാണ്. ഇതുവഴി പോകുന്ന ആളുകളെല്ലാം വാളയാറിൽ എത്തിയാൽ ഇവിടെയുള്ള ലോട്ടറി കടകളിൽ ഇറങ്ങി ഒരു ടിക്കറ്റ് എടുത്ത് പോകുന്നതാണ് പതിവ്. അങ്ങനെ കഴിഞ്ഞ തവണ ഈ ബാബ ലോട്ടറി ഏജൻസിയിൽ വന്ന അന്നൂർ സ്വദേശിക്കായിരുന്നു കഴിഞ്ഞ തവണ 25 കോടി രൂപയുടെ ഭാഗ്യം അടിച്ചത്. ഇവിടെ നമുക്ക് നിരവധി ലോട്ടറി കടകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ വനിതാ വിൽപ്പനക്കാരും വ്യാപാരികളും എല്ലാവരും ഇവിടെ ഉണ്ട്. നിരവധി ലോട്ടറികളും അതുപോലെ തന്നെ 25 കോടി രൂപയുടെ ബമ്പർ അടുക്കി വെച്ചിട്ട് ഇവിടെ ഭാഗ്യശാലികൾ വരുന്നതും കാത്ത് ഇവിടെ ഇരിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ലോട്ടറി കട നടത്തുന്ന ഒരു വ്യാപാരി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നിരവധി ആൾക്കാർ വരുന്നുണ്ട്. എവിടെ നിന്നൊക്കെ വരുന്നത്? ആക്ച്വലി ഇവിടെ തമിഴ്നാടാണ് മാക്സിമം കൂടുതൽ വരുന്നത്. ഇത് വഴിക്ക് പോകുമ്പോൾ എന്തായാലും ഒരു ടിക്കറ്റ് എടുത്തിട്ട് അവർ പോകുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പോൾ ബമ്പർ എന്ന് പറഞ്ഞാൽ പോയ പ്രാവശ്യം കുറേ തമിഴ്നാടിൽ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ഇതായതല്ലേ. ഇപ്പോൾ 25 crores എന്ന് പറയുമ്പോൾ അവർ മാക്സിമം തമിഴ്നാടാണ്. ഐ തിങ്ക് ഈ കൊല്ലം തമിഴ്നാട്ടിലേക്ക് തന്നെ ആയിരിക്കും. തന്നെ ആവുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. തീർച്ചയായും അത് മാക്സിമം തമിഴ്നാടുകാർ തന്നെ കൊണ്ടുപോകും ഈ പ്രാവശ്യം പ്രൈസ് എന്നാണ് 90%. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഈ തിരുവോണ ബമ്പർ 70 ലക്ഷം ടിക്കറ്റുകൾ വിറ്റു എന്നാണ്. പാലക്കാട് ജില്ലയിൽ മാത്രം 13 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റു. ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റിട്ടുള്ളതും പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ വ്യാപാരികൾ, പ്രത്യേകിച്ചും വാളയാറിലെ വ്യാപാരികൾ വലിയൊരു പ്രതീക്ഷയിലാണ്. കാരണം ഇവിടെ നിന്നാണ് തമിഴ്നാട്ടിലേക്കുള്ള ഭൂരിഭാഗം ആളുകളും ഇവിടെ വന്നിട്ടാണ് ടിക്കറ്റുകൾ വാങ്ങിപ്പോകുന്നതാണ്. ബമ്പർ വാങ്ങിട്ടിയാ ഒരു പ്രതീക്ഷയിലാണ്. അവരൊക്കെ ടിക്കറ്റ് വന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനി നാളെ വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ്. നാളെ ഈ സമയമാകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഒരു വിന്നർ ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള കച്ചവടക്കാരും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങി പോയിട്ടുള്ള ആളുകളും. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ റിപ്പോർട്ടർ.